നാടിന്റെ വളർച്ച എല്ലാ മേഖലയിലും വിദ്യാഭ്യാസ രംഗത്തും സാമൂഹിക രംഗത്തും സാംസ്കാരിക രംഗത്തും ഒരുപാട് അടയാളപ്പെടുത്തൽ നമുക്ക് നടത്താൻ കഴിയേണ്ടതുണ്ട്. നമ്മുടെ വായനശാലയും അതുപോലെ ഇ കെ നായനാർ വായനശാല എത്രയെത്ര സാംസ്കാരികമായ പരിപാടികൾക്കാണ് നമ്മുടെ നാട്ടിൽ നേതൃത്വം കൊടുക്കുന്നത്. ഉദയ ക്ലബിന്റെയും അതുപോലെ ദർശന ക്ലബിന്റെയും പ്രവർത്തകർ എത്രമാത്രം സാമൂഹികമായ മുന്നേറ്റങ്ങൾക്കാണ് നേതൃത്വം കൊടുക്കുന്നത്. ഈ പ്രവർത്തനങ്ങളെല്ലാം ചേർത്ത് പിടിക്കാൻ പാപ്പളശ്ശേരിയുടെ വികസനത്തിൽ UDFന്റെ കരുത്തയായ സ്ഥാനാർത്ഥി കേവലം പെട്ടെന്ന് പൊട്ടിമുളച്ച ഒരു സ്ഥാനാർത്ഥിയല്ല. അതിന്റെ നേതാക്കന്മാർ കൃത്യമായി പഠിച്ച് അവരുടെ യോഗ്യതകളും അവരുടെ കഴിവും അവരുടെ എല്ലാ യോഗ്യതകളെയും കൃത്യമായി പരിശോധിച്ചതിനു ശേഷം ഈ നാടിന്റെ വളർച്ചയിൽ കൃത്യമായി അടയാളപ്പെടുത്താൻ കഴിയുമെന്ന ഉത്തമ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് സുമയ്യ ടീച്ചറെ പാപ്പളശ്ശേരിയുടെ UDFന്റെ സ്ഥാനാർത്ഥിയായി നമ്മൾ തെരഞ്ഞെടുത്തിട്ടുള്ളത്. ഇവിടെ ആരൊക്കെ പറയുന്നത് കേട്ടു, അവരുടെ പ്രായക്കുറവിനെ കുറിച്ച് പറഞ്ഞത് കേട്ടു. രാജ്യത്തിന്റെ മുമ്പിൽ ഏറ്റവും കുറഞ്ഞ പ്രായമുള്ള മേയറെ തിരുവനന്തപുരത്ത് സമർപ്പിച്ച ആ സമയത്ത് അതൊരു പ്രായക്കുറവല്ല. വയനാട് ജില്ലയിൽ ഒരു പഞ്ചായത്തിൽ, പൊടുന്ന പഞ്ചായത്തിൽ 23 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ പഞ്ചായത്ത് പ്രസിഡന്റായി ഇവിടെയുള്ള ഇടതുപക്ഷം സമർപ്പിച്ചപ്പോ അത് പ്രായക്കുറവല്ല. പാപ്പളശ്ശേരിയിൽ UDFന്റെ സ്ഥാനാർത്ഥി 28 വയസ്സുള്ള ഒരു യുവതി സ്ഥാനാർത്ഥിയായി വരുമ്പോൾ അത് പ്രായക്കുറവാണ്, പക്വതക്കുറവാണെന്ന് പറയുമ്പോൾ അവരോട് പറയാനുള്ളത് കാലത്തിന്റെ മാറ്റങ്ങളെ വായിച്ചറിയാൻ അറിയുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് ഞങ്ങൾ സമർപ്പിക്കുന്നത്. കഴിഞ്ഞ 40 വർഷമായി പാപ്പളശ്ശേരി പല വാർഡ് പല മെമ്പർമാർ മാറി വരുന്നു. അവർ ചെയ്ത സേവനങ്ങളെ ഞങ്ങൾ ഒരിക്കലും വിസ്മരിക്കുന്നില്ല. കഴിഞ്ഞ വർഷത്തെ മെമ്പർ, അതിനു മുമ്പുള്ള മെമ്പർ, ഇവിടെ കഴിഞ്ഞു പോയ 8 മെമ്പർമാർ, കഴിഞ്ഞ 40 വർഷമായി പാപ്പളശ്ശേരിയിൽ പ്രവർത്തിച്ച ഓരോ മെമ്പർമാരും സേവനങ്ങളെ ഈ സമയത്ത് ഞങ്ങൾ അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുകയാണ്. കാരണം അവർ 5 വർഷങ്ങൾ ഈ നാട്ടിൽ സേവനം ചെയ്തിട്ടുണ്ട് എങ്കിൽ അവർ അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്തവരാണ്. അവരുടെ സേവന പ്രവർത്തനങ്ങളെ ഞങ്ങൾ ചെറുതായി കാണുന്നില്ല. അവരുടെ എല്ലാം കഠിനാധ്വാനത്തിന്റെ ഒരു ഫലമാണ് ഇന്ന് പാപ്പളശ്ശേരി കാണുന്ന ഈ വികസനങ്ങൾ. അത് ഞങ്ങൾക്ക് ഉത്തമ ബോധ്യമുണ്ട്. പക്ഷേ UDFന്റെ പുതിയ ഒരു സ്ഥാനാർത്ഥിയെ ഞങ്ങൾ അവതരിപ്പിക്കുമ്പോൾ ആ മുൻകാലങ്ങൾ തുടങ്ങി വെച്ച പല പ്രവർത്തനങ്ങളും അതിന്റെ പൂർത്തീകരണത്തിലേക്ക് കൊണ്ടുപോകാൻ ഇനിയും നമുക്ക് മുന്നോട്ട് വരേണ്ടതുണ്ട്. കരുത്തരായ സാരഥികൾ നമ്മുടെ നാടിന്റെ നേതൃത്വത്തിലേക്ക് വരേണ്ടതുണ്ട്. നിങ്ങൾക്കറിയാമോ, പാപ്പളശ്ശേരി ഇവിടെ ഈ അങ്ങാടി അനുഭവിക്കുന്ന ഏറ്റവും വലിയ ഒരു പ്രതിസന്ധിയാണ് കടുത്ത രൂക്ഷമായ കുടിവെള്ള പ്രശ്നം. കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് പാപ്പളശ്ശേരിയിലെ UDFന്റെ പ്രവർത്തകർ ഇവിടെയും ഏതാണ്ട് 1000-ഓളം ഒപ്പുകൾ ശേഖരിച്ച് വയനാട് ജില്ലാ കലക്ടർക്ക് ഒരു പരാതി നൽകി. പാപ്പളശ്ശേരിയിലെ രൂക്ഷമായ കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരം കാണണമെന്ന് ആവശ്യപ്പെട്ട് വയനാട് ജില്ലാ കലക്ടർക്ക് ഒരു പരാതി നൽകിയപ്പോൾ അതിനെക്കുറിച്ച് കൃത്യമായി പഠിക്കാനും അന്വേഷിക്കാനും കലക്ടറിന്റെ പ്രതിനിധികൾ ഇവിടെ എത്തി. ഇവിടെയുള്ള രൂക്ഷമായ കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരം കാണേണ്ടതുണ്ട്. എല്ലാ രാഷ്ട്രീയ പ്രസംഗങ്ങളിലും എല്ലാ തെരഞ്ഞെടുപ്പുകളിലും അതൊരു പ്രശ്നമായി ഉയർത്തിക്കാണിക്കാതെ അടുത്ത തെരഞ്ഞെടുപ്പിലെങ്കിലും പാപ്പളശ്ശേരിയിലെ രൂക്ഷമായ കുടിവെള്ള പ്രശ്നം അതൊരു പ്രശ്നമായി അവതരിപ്പിക്കും.